നമസ്കാരം. മല്ലൂസ് മില്ലൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. മലേഷ്യൻ സീരീസിലെ 10ാമത്തെ എപ്പിസോഡാണിത്. നമ്മളിന്ന് പോകുന്നത് ലോക പ്രശസ്തമായിട്ടുള്ള മലേഷ്യയിലെ ഗെൻഡിങ് ഹൈലാൻഡ്സിലാണ്. ഇവിടുത്തെ പ്രധാന സവിശേഷത എന്നുള്ളത് കേബിൾ കാറിലൂടെയുള്ള മലേഷ്യൻ ഹിൽ സൈഡിലൂടെയുള്ള ഒരു മനോഹരമായിട്ടുള്ള യാത്രയാണ്. മലേഷ്യയുടെ ക്യാപിറ്റലായിട്ടുള്ള ക്വാലലംപൂരിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്ററോളം ഉണ്ട് ഇവിടെ എത്തിച്ചേരുവാനായിട്ട്. മലേഷ്യയിലെ കാലുകുത്തുന്നവർ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യുന്നൊരു ഡെസ്റ്റിനേഷനാണിത്. അഥവാ നിങ്ങൾ സ്വന്തമായിട്ട് വരുന്ന ആൾക്കാരാണ്, പാക്കേജ് മുഖേനല്ലാതെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ഭാഗം മിസ് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട് മിസ് ചെയ്യേണ്ട എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഈ വീഡിയോ കണ്ട് തീരുമ്പോഴത്തേക്കും അറിയാൻ പറ്റും. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു യാത്രയായിരിക്കും ഇത്. നമ്മളീ പോകുന്ന റോഡ് ഭയങ്കര മനോഹരമായിട്ടുണ്ട്. ഇരുവശങ്ങളിലും മൊത്തം മരങ്ങളും കാടുകളുമാണ്. ഇതിവിടുത്തെ ഒരു ഹൈ റേഞ്ച് ഏരിയയാണ്. ശരിക്കും നമ്മൾ മൂന്നാറിൽ ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിലേക്കൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് പ്രധാനപ്പെട്ട ഒരു ടിപ്പാണ്. അതായത് ഇവിടെ വരുന്നവർ രാവിലെ നേരത്തെ തന്നെ വരാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് അറൗണ്ട് 8:30, 9 o'clock ആകുമ്പോഴത്തേക്കും ഇവിടെ എത്താൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യൂവിന് നിൽക്കേണ്ടി വരും. ക്യൂ ഓൺസ് തുടങ്ങി കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്ക് വരുന്നൊരു ഏരിയയാണിത്. അപ്പോൾ ഇവിടെ തിരക്കിൽ നിന്ന് നിങ്ങളുടെ വിലപ്പെട്ട സമയം പാഴാക്കാണ്ടിരിക്കാനാണ് ഞാൻ ഇങ്ങനൊരു ടിപ്പ് നിങ്ങൾക്ക് തരുന്നത്. പാക്കേജ് എടുക്കാണ്ട് സെൽഫായിട്ട് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ബസ്സിലാണെങ്കിലും ഇവിടെ വന്ന് എത്തിച്ചേരാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഗ്രാബ് ആപ്പ് വഴി ടാക്സി വിളിച്ചിട്ട് നിങ്ങൾ KL സെൻട്രൽ ബസ് സ്റ്റേഷനിൽ ഇറങ്ങുക. അവിടെ നിന്ന് ഓരോ 20 മിനിറ്റ് ഇടവിട്ട് ഇങ്ങോട്ടേക്ക് ബസ്സുണ്ട്. ബസ്സുകൾ നമ്മുടെ KSRTC ബസ് പോലെയല്ല, അത്യാവശ്യം നല്ല ലക്ഷൂറിയസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. നമ്മൾ ആദ്യം അവാന കോംപ്ലക്സിലാണ് ഇറങ്ങുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത്. ഇവിടെ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്തിട്ട് പോകാനേ പറ്റുള്ളൂ. പാർക്കിംഗ് സൗകര്യമൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡ്രൈവർ നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ദിവസം കറങ്ങി കാണേണ്ട കാഴ്ചകൾ മൊത്തം ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഏകദേശം തീരാകുമ്പോഴത്തേക്കും അതിന് അരമണിക്കൂർ മുമ്പ് നമ്മൾ ഡ്രൈവർ വിളിക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ ഇവിടെ നമ്മൾ എടുക്കാനായിട്ട് വന്നെത്തിച്ചേരുന്നതായിരിക്കും. ഈ കോംപ്ലക്സിനുള്ളിൽ തന്നെ ധാരാളം ഫുഡ് കഫേസ്, സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂംസ് ഒത്തിരി ഇവിടെ ഉണ്ട്. നമുക്ക് ഫ്രഷ് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഫ്രഷ് ആകുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ നമ്മൾ സ്കൈവേ, അതായത് കേബിൾ കാർ ടിക്കറ്റ്സ് എടുത്ത ശേഷം ഇവിടെ നമ്മൾ നേരെ പോകുന്ന ലോക പ്രശസ്തമായിട്ടുള്ള മലേഷ്യയിലെ ചിൻസ്വി കേവ്സ് ടെമ്പിളിലാണ്. അവിടെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം പിന്നെ നമ്മൾ അടുത്ത് പോകുന്ന ഗെൻഡിങ് ഹൈലാൻഡ്സിലാണ്. ആ ഗെൻഡിങ് ഹൈലാൻഡ്സിലാണ് ലോക പ്രശസ്തമായിട്ടുള്ള മലേഷ്യൻ കാസിനോ, പിന്നെ തീം പാർക്ക് മുതലായവയൊക്കെ ഉള്ളത്. ആക്ച്വലി നമ്മൾ നേരത്തെ ഇവിടെ എത്തി. എന്നിരുന്നാൽ തന്നെയും ഇവിടെ ഭയങ്കര തിരക്കാണ്. ഞാൻ നേരത്തെ പറയുകയുണ്ടായി, നമ്മൾ ലേറ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ വിലപ്പെട്ട സമയം ഇവിടെ വേസ്റ്റാണ്. ഇവിടെ ഞങ്ങൾ നേരത്തെ എത്തിയിട്ട് പോലും ഒത്തിരി ക്യൂ കാണിക്കുന്നുണ്ട്. ഇവിടെ യാതൊരുവിധ പ്രത്യേക കൺസിഡറേഷനും ഒന്നും അവർ തരുന്നതല്ല. ഈവൻ നമ്മുടെ കയ്യിൽ ഇൻഫൻ്റ് ഉണ്ടെങ്കിൽ പോലും അതിനും ഒരു കൺസിഡറേഷൻ ഇല്ല. ആക്ച്വലി എയർപോർട്ടിൽ പോലെ ഉണ്ട്. ഇവിടെ ആരാണെങ്കിലും നമ്മൾ ക്യൂവിൽ നിർത്തിയേ പറ്റുള്ളൂ. അതാണ് ഇവിടുത്തെ സെറ്റപ്പ്. സുഹൃത്തുക്കളെ, ക്യൂവിൽ നിന്നും മടുത്തു. പക്ഷേ ഞാൻ എത്രത്തോളം ക്യൂ നിൽക്കുന്നത് വെറുതെ ലെങ്തി ആക്കണം എന്ന് വെച്ച് കാട്ടി കളഞ്ഞാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്യൂവിൽ നിന്നു. എനിവേ അതിന് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ശരിക്കും ഈ ഒരു മോളിൻ്റെ 3ാമത്തെ നിലയാണ് നമ്മൾ ലിഫ്റ്റ് ഉപയോഗിച്ചും എസ്കലേറ്റർ ഉപയോഗിച്ചിട്ടൊക്കെയാണ് കയറി വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്രയും ഈ വീഡിയോ ലെങ്തി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊന്നും കാണിക്കാത്തതാണ്.
ഗെന്നിങ് ഹൈലൈൻസിൻ്റെ പ്രധാന ആകർഷണം എന്നുള്ളത് ഈ കേബിൾ കാറും ഈ കേബിൾ കാറിലൂടെയുള്ള യാത്രയാണ്. അപ്പോൾ നമ്മുടെ ഈ എപ്പിസോഡ് എന്നുള്ളത് ഇന്നത്തേത് ആ ഒരു കേബിൾ കാറിന് വേണ്ടി മാത്രം വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഒടുവിൽ ആ അസുലഭ നിമിഷം വന്നെത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മളും കേബിൾ കാറിനുള്ളിലോട്ട് കയറുകയാണ്. ഒരു കേബിൾ കാറിൽ അത്യാവശ്യം 10 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഈ ബേബി സ്ക്രോളർ അകത്തോട്ട് കയറ്റാൻ സമ്മതിക്കുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മോടൊപ്പം കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാർ അത് ഇവിടുത്തെ ലോക്കൽസാണ്, ഈ മലേഷ്യൻ ആൾക്കാർ തന്നെയാണ്. അവർ നമ്മോട് ഒത്തിരി വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അവർക്ക് ഇന്ത്യ ഭയങ്കര ഇഷ്ടമാണ്, എസ്പെഷ്യലി കേരളം ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്തായാലും നമുക്ക് ഇനി ഗെന്നിങ് ഹൈലൈൻസിലൂടെയുള്ള ഈ കേബിൾ കാർ യാത്ര നമുക്ക് അടിച്ചു പൊളിക്കാം. സുഹൃത്തുക്കളെ, ഒരു രക്ഷയില്ല, ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സംഭവമാണിത്. നമ്മളിപ്പോൾ പോകുന്ന ഈ കേബിൾ കാറിലൂടെ യാത്ര ചെയ്യുന്നത് മഴക്കാടുകൾക്ക് മുകളിലൂടെയാണ്. 15 തൊട്ട് 25 ഡിഗ്രിയൊക്കെയാണ് ഇവിടുത്തെ താപനില എന്നുള്ളത്. ശരിക്കും 3 പേർക്കും പുതിയൊരു എക്സ്പീരിയൻസ് ആണെങ്കിലും ഞങ്ങളെക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ലൂക്ക തന്നെയാണ്. ഈ കേബിൾ കാറിൻ്റെ മാക്സിമം സ്പീഡ് എന്നുള്ളത് 21.6 km/h ആണ്. ഈ റോപ്പ് വേയിലൂടെ ഒരേ സമയത്ത് 2000 ആൾക്കാരാണ് യാത്ര ചെയ്യുന്നത് ഒരു മണിക്കൂറിൽ. അതാണ് ഇവിടുത്തെ കണക്ക്. മൊത്തം 2 സ്റ്റോപ്പുകളാണുള്ളത്. ഒന്ന് ചിൻസ്വി കേവ്സ് ടെമ്പിൾ, 2 ഗെന്നിങ് ഹൈലൈൻസ്. ഇവിടുന്ന് ചിൻസ്വി കേവ്സ് ടെമ്പിളിലോട്ട് ഏകദേശം 15 മിനിറ്റാണ് ദൂരമുള്ളത്. നമ്മൾ അവിടെയാണ് ആദ്യം ഇറങ്ങുന്നത്. ശരിക്കും സ്റ്റോപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പൂർണ്ണമായിട്ട് നിർത്തത്തില്ല. അവിടെ എത്തുമ്പോഴത്തേക്കും ഭയങ്കര സ്ലോ ആവും. നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു സ്പീഡിൽ അത് പോയിക്കൊണ്ട് തന്നെയായിരിക്കും ഉണ്ടാവുക ഈ കേബിൾ കാറ്. സുഹൃത്തുക്കളെ, ശരിക്കും നമ്മൾ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 5000 അടി മുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പോകെ ഈ കോട മഞ്ഞങ്ങ് കൂടിക്കൂടി വരികയാണ്. ഇതെന്തായാലും ഒരു അത്ഭുതം തന്നെയാണ്. ശരിക്കും ഇത് ഉണ്ടാക്കാനായിട്ട് കാരണക്കാരനായിട്ടുള്ള ആളുടെ ഒരു ഐഡിയ നമ്മൾ വില കൽപ്പിച്ചേ പറ്റുള്ളൂ. കാര്യം പറയുമ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനൊരു സംഭവം അന്ന് പുള്ളിക്കുണ്ടായ ഐഡിയയാണ് ഇന്ന് ഇത്രയും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറാൻ കാരണം എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കൂടെ നിൽക്കുന്നവർ മലേഷ്യൻ ലോക്കൽസാണ്. അവർ നമ്മളോട് പറഞ്ഞത് ഇവിടെ പണ്ട് ജോലിക്കുണ്ടായിരുന്ന ഒരു ചൈനക്കാരന് ഇവിടെയുള്ള ലോക്കൽ അവനോട് പറഞ്ഞു, ഇത്രയും സ്ഥലമുണ്ട്, നിനക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് നിനക്ക് ജീവിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരന് തോന്നിയ ഒരു ആശയാണ് പിന്നീട് ഇങ്ങനെ ഇത്രയും വലിയൊരു സെറ്റപ്പായിട്ട് മാറിപ്പോയത്. ഇപ്പോൾ അയാൾ ജീവിച്ചിരിപ്പില്ല, എന്നാലും ഈ ഭാഗത്ത് എവിടെയോ പുള്ളിക്കാരൻ്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമൊക്കെ ഉണ്ടെന്ന് പറയുന്നേക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും തന്നെ മൂന്നാറിലും ഇങ്ങനെ സെറ്റപ്പൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രിക്ക് വിചാരിക്കുകയാണെങ്കിൽ ഇതുപോലെ വിദേശീയരെ മൂന്നാറിലേക്കും എത്തിക്കാൻ പറ്റുന്നതായിരിക്കും. ഈ കേബിൾ കാറിലൂടെയുള്ള നമ്മുടെ യാത്ര എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം ചിൻസ്വി കേവ്സ് ടെമ്പിളിൻ്റെ അടുത്തെത്താറായി. നമുക്ക് അവിടെയാണ് ഇറങ്ങേണ്ടത്. എന്നിട്ടാണ് നമ്മൾ ആ ടെമ്പിളിൻ്റെ ഫുൾ കാഴ്ചകൾ കാണേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഗെന്നിങ് ഹൈലൈൻസിലാണ്. അവിടെയുള്ള കാസിനോ, അതിനകത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല, ഭയങ്കര സ്ട്രിക്റ്റാണ്. എനിവേ നമ്മൾ റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഷൂട്ട് ചെയ്യുന്നതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. മലേഷ്യൻ സീരീസിൽ ഇതിന് മുന്നേയുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.